ഹായ് ഗായ്സ്, നമ്മളിന്ന് ഡെയിലി വ്ലോഗിൽ ചർച്ച ചെയ്യാൻ പോകുന്ന മറ്റൊരു വിഷയമെന്ന് പറയുന്നത് വയനാട്ടിൽ ദുരന്തത്തിൽ നിന്ന് സഹായ സേവനം നൽകിയ പല ഭക്ഷണം പാകം ചെയ്ത് അവിടുത്തെ അനാഥമാകപ്പെട്ട കുടുംബത്തിനു വേണ്ടി സഹായം നൽകിയവരെ അവരെ പിരിച്ചുവിട്ടു സർക്കാർ എന്നൊരു തീരുമാനം വലിയ ആശങ്കക്കുഴപ്പത്തിലാക്കി അവിടുത്തെ പാവം ജനങ്ങൾ വഴിയാതരാവുന്ന അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുത്ത് അവരുടെ സ്വന്തമായ ജോലി പോലും ഉപേക്ഷിച്ച് അവർ ഇങ്ങനെയുള്ളൊരു പ്രക്രിയയ്ക്ക് ഇറങ്ങിത്തിരിച്ചിട്ട് ഒരു വിലയും നിലയുമില്ലാതാക്കി അവരെ പെട്ടെന്ന് അവരുടെ രാഷ്ട്രീയത്തിന്റെ കളി കൊണ്ട് ഒഴിവാക്കാൻ തീരുമാനിച്ചു. ഇവിടെ എങ്ങും സംഘികളുടെ ഒരു കുത്തിത്തിരിപ്പ് തന്നെയാണ്. എവിടെയും എന്തിനേയും പ്രവർത്തിക്കുന്ന ഈ ഒരു നിശ്ചയദാർഢ്യത്തിലേക്കുള്ള ഈ സർക്കാരിന്റെ മുന്നോട്ട് പോക്ക് മറ്റുള്ളവരെ അടിച്ചു താഴ്ത്താനും മറ്റുള്ളവരെ ആക്രമിക്കാനും വേണ്ടിയാണ്. ആ പാവം യൂണിയനിൽപ്പെട്ട് അവിടെ താമസിക്കുന്നവരുടെ ഭക്ഷണങ്ങളും അതിനു വേണ്ടിയുള്ള എല്ലാ സാധന സാമഗ്രികളുമൊക്കെ വാങ്ങിച്ച് അവർ ആ ദുരൂഹതയിൽ ഉൾക്കൊണ്ട് അവരോടൊപ്പം നിന്ന് അവരുടെ സഹായത്തിന് വേണ്ടി നിന്ന എല്ലാ മനുഷ്യരെയും അവരുടെ വിങ്ങലായ വേർപാടിനെ അതിജീവിക്കുന്നവരാണവർ. സമൂഹത്തെ പേടിച്ച്, സമൂഹ പ്രമുഖരെ പേടിച്ച് നമ്മൾ ഒളിച്ചോട്ടം അവസാനിപ്പിക്കണമെന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള അധികാരം ഒരിക്കലും ഒരു നാടിന് ഗുണമേന്മയുള്ള കാര്യമല്ല എന്നത് ഏതൊരു പൗരനും ഒന്ന് അറിയേണ്ട കാര്യമാണ്. ഒറ്റ നിമിഷം കൊണ്ട് ഒരു തീരുമാനം വലിയ ദുരന്തത്തിലേക്ക്. എന്തിനാണ് ഇത്തരത്തിലും ചതികൾ ഇവർ വീണ്ടും വീണ്ടും നമ്മൾ ജനങ്ങളോട് ചെയ്യുന്നത്? ഇത്രയും പാവപ്പെട്ടവരെ എങ്ങനെയാണ് നിങ്ങൾക്ക് നോവിക്കാൻ പറ്റുന്നത്? പരസ്പരം കൈകോർക്കുന്ന ഈ കാലലോകത്തേക്ക് അവരെ നിയോഗിച്ചതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു അടിസ്ഥാനമില്ലാത്ത ഈ പോരാട്ടത്തിൻ്റെ ഗണിതം എന്താണ്? എത്ര ദിവസമായി ഒരു വയനാട് ദുരന്തത്തിന്റെ പേരിൽ എത്രയെത്ര രാഷ്ട്രീയ മുഖങ്ങളെയാണ് നമ്മൾ കാണുന്നത്, എത്രയെത്ര ധ്വംസനങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ഓരോ നിമിഷവും ഇങ്ങനെയൊക്കെയുള്ളവരെ എങ്ങനെയാണ് നമുക്ക് സഹിക്കാനാവുക? അത്തരത്തിലുള്ളൊരു ക്ലിപ്പ് വീഡിയോ അവരെ ഒഴിവാക്കി വിടുന്ന അവരുടെ ആ സംഘർഷ മുണ്ടകയിൽ ഉരുൾപൊട്ടലുണ്ടായതിന് പിന്നാലെ അവിടെ വലിയ സംഘം രക്ഷാപ്രവർത്തകരെത്തി. ഈ രക്ഷാപ്രവർത്തകർക്കൊക്കെ ഭക്ഷണമൊരുക്കുന്ന കുറെ ചെറുപ്പക്കാരുടെ കൂട്ടമുണ്ട്. കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തുള്ള വൈറ്റ് ഗാർഡ് സംഘമാണ് ഈ തൊട്ടടുത്ത് തന്നെ കള്ളാട് മഖാം കേന്ദ്രീകരിച്ച് ഏതാണ്ട് 18 മണിക്കൂറാണ് ഭക്ഷണ വിതരണം നടത്തിയത്. രാവിലെ തുടങ്ങും, ഉച്ചയ്ക്കും ഭക്ഷണമുണ്ട്, രാത്രി വൈകുവോളം ഭക്ഷണമാണ്. ഈ രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നവർ അവർ തിരിച്ചു പോകുമ്പോൾ ഇവിടെയൊന്നും ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ അവർക്ക് പാഴ്സലായി ഭക്ഷണം നൽകും. അങ്ങനെയാണ് അത് തുടർന്നു പോവുകയാണ്. അതിനിടയിലാണ് ഇന്ന് ഈ ഭക്ഷണ വിതരണം നിർത്തണമെന്ന ഒരു നിർദ്ദേശം പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ സംഘാടകർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും. എന്താണ് പോലീസിന്റെ നിർദ്ദേശം? കഴിഞ്ഞ 4 ദിവസമായിട്ട് ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇവിടെ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ ദിവസം 10,000 ആളുകൾക്കോളം ഞങ്ങൾ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ സർവിങ്ങിന് പുറമെ ഞങ്ങൾ മലമുകളിൽ രക്ഷാദൗത്യത്തിന് പോകുന്ന ആളുകൾക്ക് ഭക്ഷണം ഞങ്ങൾ പാർസൽ അയക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വണ്ടി പോയപ്പോൾ അവിടെ പോലീസ് തടയുകയാണ് ഉണ്ടായത്. അപ്പം കാര്യം അന്വേഷിച്ചു. ഞങ്ങളുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു കൂടെ. അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹം വികാരവിക്ഷുബ്ധനായി. കാരണം അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ ഈ നാട്ടുകാരനാണ്. അപ്പം അവിടെ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ അറിവിലുണ്ട്. അപ്പം അവർ ഭക്ഷണം കിട്ടാതെ വലയുന്നൊരു സ്ഥിതിവിശേഷം വന്നപ്പോൾ തന്നെ വണ്ടി കടത്തിവിടാതിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ
പോലീസിനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അദ്ദേഹം കുറച്ച് വികാരമായി സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ വണ്ടി കടത്തിവിട്ട് ഞങ്ങൾ ഭക്ഷണം വിതരണമൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ വീണ്ടും പോലീസ് ഞങ്ങളെ തടഞ്ഞതിന് ശേഷം പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ DIG ആയിട്ടാണ് സംസാരിച്ചത്. DIG തോംസൺ സാറുമായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇവിടെ റവന്യൂയുടെ ഭക്ഷണം ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് ടീമുണ്ട്, അതുപോലെ തന്നെ സേനകളുണ്ട്. പിന്നെ ഞങ്ങൾക്കൊക്കെ ഭക്ഷണം, നിങ്ങളുടെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പുല്ലുമില്ല, ചുക്കുമില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിക്കാത്ത ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതിൽ ഞങ്ങൾക്ക് വലിയ പ്രയാസമില്ല, ചെറിയ പ്രയാസമുണ്ടെങ്കിലും അതിനേക്കാൾ കുറച്ച് കടന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചത്, ഇവിടെ ഇപ്പോൾ JCB ആണ് പണിയെടുക്കുന്നത്. ഇപ്പോൾ സന്നദ്ധ സേവകരെന്ന് പറഞ്ഞു വരുന്ന ആളുകളൊക്കെ വടിയും പിടിച്ച് കുത്തിപ്പിടിച്ച് നോക്കിക്കുന്ന സ്ഥിതിയാണ്. അപ്പം എനിക്കത് വളരെ പ്രയാസമുണ്ടാക്കി മാനസികമായിട്ട്. കാരണം കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായിട്ട് ജീവൻ മരണ പോരാട്ടത്തിൽ അവരുടെ ജീവൻ നിങ്ങൾ തന്നെ ലൈവായിട്ട് പ്രക്ഷേപണം ചെയ്ത ലോകം മുഴുവനും കണ്ട സംഗതിയാണ്. ഈ എല്ലാ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഭക്ഷണം ഇവിടെ മഖാം കേന്ദ്രീകരിച്ചുള്ള ഭക്ഷണ വിതരണം ഉൾപ്പെടെ നിർത്തണമെന്നാണോ നിർദ്ദേശം? അതെ. അപ്പം ഈ ഒരു സംഗതി നിർത്തണം എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ അഡീഷണലായിട്ട് ഇദ്ദേഹം ഇത് പറഞ്ഞതോടുകൂടി ഞങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ടായി. മാത്രമല്ല, ഇനി നിങ്ങൾ ഭക്ഷണം വിതരണം ചെയ്തു കഴിഞ്ഞാൽ നിയമപരമായിട്ട് ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞതോടുകൂടി ഓക്കെ സാർ, ഞങ്ങളിനി നിയമം ലംഘിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ഇതൊരു സേവനമായിട്ടാണ്, ഒരു പബ്ലിസിറ്റിക്കോ അല്ലാത്ത ഒന്നിനുമല്ല. ഞങ്ങളിത് ആദ്യമായിട്ടല്ല. കവളപ്പാറ അദ്ദേഹം ഇതും ഞങ്ങൾ സൂചിപ്പിച്ചു. ഞങ്ങൾ കവളപ്പാറയിലും ആലപ്പുഴയിലും ഒക്കെ ഞങ്ങൾ ഈ സേവനം ചെയ്തിട്ടുണ്ട്, ഇവിടെയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾ ഇനി പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അത് അതോറിറ്റിയാണ് പറയുന്നത്, നിങ്ങളിനി ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ശിരസ വായിച്ച് ആ നിർദ്ദേശം ഞങ്ങൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. പോലീസ് നിർദ്ദേശം അനുസരിച്ച് ഇനി ഭക്ഷണ വിതരണം നിർത്താൻ പോവുകയാണ്? അതെ. ഞങ്ങൾ ഇന്ന് ലാസ്റ്റാണ്, ഞങ്ങൾ നിർത്താൻ പോവുകയാണ്. നാളെ രാവിലെ ഞങ്ങൾ ഉണ്ടാവില്ല. ഈ നാട്ടിലുള്ള ആളുകളോട് ഞങ്ങൾ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. ഈ ഭക്ഷണം ഒരുക്കാൻ വേണ്ടി കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ എന്ത് ചെയ്യും? ഒരുപാട് സാധനങ്ങളുണ്ട്, ഒരുപാടുണ്ട്. അത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല. അത് ഒരുപക്ഷെ ഞങ്ങൾ പോകുന്ന വഴി നാട്ടിലുള്ള ആളുകൾക്ക് ഞങ്ങൾ വിതരണം ചെയ്യും. റിട്ടേൺ ചെയ്യാൻ പറ്റുന്നതൊക്കെ റിട്ടേൺ ചെയ്യും. എന്താണെന്നറിയില്ല, ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. അത് കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമില്ല. ഏതായാലും ഈ സംഘാടകരാണ് സംസാരിക്കുന്നത്. ഇതിൽ നമുക്ക് ഇവരുടെ ഭക്ഷണ വിതരണം നടക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് പോകണം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഉൾപ്പെടെ പലരും ഇപ്പോൾ നമ്മളിവിടെ എത്തുന്ന സമയത്തൊക്കെ അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനത്തിന് എത്തുന്ന എല്ലാവരും, അത് സേനാംഗങ്ങളാകട്ടെ, എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു. ഇവിടെ എത്തി അവർ ഭക്ഷണം കഴിച്ചാണ് പോകുന്നത്. ഇനി അങ്ങോട്ട് ഇവരുടെ സേവനം ഉണ്ടാകാൻ പാടില്ല എന്ന പോലീസിന്റെ ഒരു നിർദ്ദേശം വന്നു കഴിഞ്ഞു. ഇനി അതോടുകൂടെ ഇന്നത്തോടെ ഇവർ ഈ സർവീസ് നിർത്തുകയാണ്. നമുക്ക് ഇതിനൊപ്പം ഇവർ ഈ ഭക്ഷണ വിതരണത്തിന് വേണ്ടി ഒട്ടേറെ സാധനങ്ങൾ ഇവിടെ തയ്യാറാക്കി വെച്ചിരുന്നു, വാങ്ങി വെച്ച സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് മുഴുവൻ എന്ത് ചെയ്യുമെന്നറിയില്ല. വളരെ ദുഃഖത്തോടെയാണ് ഇതുമായി തിരിച്ചു പോകുന്നത്. കോഴിക്കോട് ജില്ലയിൽ നിന്നും ഇത്തരം വലിയൊരു ദുരന്തം വന്നപ്പോൾ ആ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി എത്തിയ സേനാംഗങ്ങൾക്കും ഒപ്പം സന്നദ്ധ പ്രവർത്തകർക്കും ഒക്കെ സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പിയവരാണ്. അവർ ദുഃഖത്തോടെ ഈ മലയിറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പോലീസിൻ്റെ ഈ നിലപാട്, ഏത് സാഹചര്യത്തിലാണ് ഈ നിലപാടെന്ന് സ്വാഭാവികമായും ജില്ലാ ഭരണകൂടം അത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ഇത് ഇന്നത്തോടെ നിർത്തുകയാണ്? ഇത് നിർത്തണോടുകൂടി ഞങ്ങളിപ്പോൾ ഞങ്ങൾ മലപ്പുറം ജില്ല താനൂരിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ രാവിലെ ഇവിടെ 6 മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തും. ഇവിടെ നിർത്തി ഇതേപോലെ ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ മല മുകളിലേക്ക് കയറുന്നത്. ഈ ഫുഡ് ഇവിടെ വെച്ച് നിർത്തുമ്പോൾ നമുക്ക് ഞങ്ങൾ സന്നദ്ധ സംഘടന എന്നുള്ള പ്രവർത്തകർക്ക് ഒരു പ്രയാസമുണ്ട്. കാരണം വെച്ചാൽ നമ്മളവിടെ ഭക്ഷണം ഒരു തെരച്ചിൽ നടക്കുമ്പോൾ ഭക്ഷണം വിതരണം ചെയ്യുന്നിടത്ത് പോയിട്ട് നമുക്ക് വാങ്ങിച്ച് കഴിക്കാനുള്ള സമയം നമുക്ക് കിട്ടില്ല. നമ്മൾ ഇവിടുന്ന് ഒരു ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമ്മളിവിടുന്ന് ഭക്ഷണം കഴിച്ച് റാത്തായിട്ടാണ് നമ്മൾ പോയിട്ടാണ് പിന്നെ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴേക്ക് ഈ തരത്തിലാണ് പ്രതികരണം. നമുക്ക് ഈ ഭക്ഷണം ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്നതിന്റെ ഇത് ചായ ഉണ്ട്, അതിനൊപ്പം തന്നെ പലഹാരങ്ങൾ. ഒരു ഭാഗത്ത് ചായ, അതിനൊപ്പം പലഹാരങ്ങൾ ഉണ്ടാവും. അതിന് പുറമെ കൂടുതൽ ഭക്ഷണങ്ങൾ, ഇപ്പോൾ പൊറോട്ടയും ബ്രെഡും അതുപോലെ തന്നെ ചിക്കൻ കറിയും ഇങ്ങനെ തുടങ്ങി ചപ്പാത്തി മുതൽ എല്ലാ ഭക്ഷണവും. അത് ഏതാണ്ട് 10 മണി വരെയല്ല, എത്ര മണി വരെയാണോ ആളുകൾ ഭക്ഷണം കഴിക്കാൻ എത്തുന്നത് അത്രയും സമയം ഈ ഭക്ഷണ വിതരണം നടക്കുന്നു എന്നതാണ്. ഏതാണ്ട് ഒരു ദിവസം 10,000-ഓളം പേർക്ക് ഭക്ഷണം വിതരണം ഇവിടെ മഖാം കേന്ദ്രീകരിച്ച് ഭക്ഷണ വിതരണം നടക്കുന്നു. അതിനൊപ്പം കുടിവെള്ള വിതരണമുണ്ട്.
റോഡ് വക്കിൽ ഇവർ ഭക്ഷണം പാർസലായി തയ്യാറാക്കി വെച്ച് ആ പാർസലും ഇതിലെ പോകുന്ന വാഹനങ്ങളിൽ ഭക്ഷണം കഴിക്കാത്തവർക്ക് ആ പാർസലും വിതരണം ചെയ്യുന്നുണ്ട്. ഏതായാലും ഏറ്റവും നല്ല മാതൃകയാക്കേണ്ട ഒരു സേവന പ്രവർത്തനമാണ്. ആ സേവന പ്രവർത്തനമാണ് ഇന്ന് അവസാനിപ്പിച്ച് ഇവർ അവരുടെ നാട്ടിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പോലീസിന്റെ നിർദ്ദേശമാണ്. പോലീസിന്റെ നിർദ്ദേശത്തിന് അവർ വഴങ്ങുന്ന ഒരു സാഹചര്യമാണ്. ദുഃഖകരമായ ഒരു കാഴ്ചയാണ്. കാരണം അവർ സ്വമേധയാ അവർ കയ്യിൽ നിന്നും പണമെടുത്ത് അവരുടെ കൂടെയുള്ള അംഗങ്ങളിൽ നിന്നും പണം പിരിച്ച് അവർ സന്നദ്ധ സേവനത്തിന് സ്വമേധയാ എത്തിയതാണ് ഈ മേഖലയിൽ, ഈ വലിയ ദുരന്ത മേഖലയിൽ. അവിടെയാണ് ഇപ്പോൾ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുകയും നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ജില്ലാ ഭരണകൂടം ഇടപെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഈ സൗജന്യ ഭക്ഷണ വിതരണം തടസ്സപ്പെടുത്താൻ സർക്കാർ അല്ലെങ്കിൽ പോലീസ് സംവിധാനം തീരുമാനിച്ചത് എന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല. ഏതായാലും ഇവർ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് 10,000-ഓളം പേർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ദുഃഖത്തോടെ മടങ്ങേണ്ടി വരുന്നത് അത് വളരെ മോശമായ ഒരു കാര്യമാണ്. കാരണം ഈ ദുരന്ത ബാധിത മേഖലയിൽ പാക്ക് ചെയ്ത ഭക്ഷണം വിതരണം ചെയ്ത പ്രധാനപ്പെട്ട ഒരു സംഘടന കൂടിയാണ്. ഈ വഴിയിലാണ്, ഈ ഉരുൾപൊട്ടലിന്റെ ദുരന്ത മേഖലയിൽ നിന്നും തിരിച്ചു പോകുന്ന വഴിയിലാണ് എല്ലാവരും ഇവിടുന്ന് പോലീസുണ്ട്, ആംബുലൻസ് ഡ്രൈവർമാരടക്കം ഇവിടുന്നാണ് ഭക്ഷണം കഴിച്ചു പോകുന്നത്. ഇന്നലെ ഉണ്ടായിരുന്ന ഒരു വീഡിയോയുടെ ബൈറ്റ്സ് ഞാൻ ക്ലിപ്പായി ഇതിലിടുന്നുണ്ട്. ജീവിതത്തിന്റെ പല നിഗൂഢമായ അന്തരീക്ഷമാണിത്. വലിയ ദുരന്തമെന്ന് പറഞ്ഞാൽ വലിയ ദുരന്തത്തിന്റെ ഡിസാസ്റ്ററിൽ പെട്ടുപോയ പാവപ്പെട്ടവരെ ഒന്ന് കനിയാൻ പോലും അവർ അധികാരികൾ വിടുന്നില്ലെങ്കിൽ അവർ എത്തരത്തിലുള്ള സംഖ്യകളാണ്. സംഖ്യ എന്ന് പറഞ്ഞാൽ മഹാദുരന്തത്തിന്റെ വേർപാടിൽ ഇത്രയും വലിയ ഖേദകരമായ ഒരു വാർത്തയിലേക്ക് എത്തിക്കുന്ന നിയോഗിക്കപ്പെട്ട മനുഷ്യരുടെ അവസ്ഥയിലേക്ക്. പൊരുള് നഷ്ടപ്പെട്ട് ജീവിതവും നഷ്ടപ്പെട്ട് അവൻ്റെയൊക്കെ നാളത്തെ ജീവിതത്തിൻ്റെ യാത്രയെക്കുറിച്ച് ചിന്തിക്കാനാകുന്നില്ല. ഇത്തരത്തിലുള്ള ദുർഗന്ധമായ ഈ രാജ്യത്ത് ദുർഗന്ധം മാത്രമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ പൗരന്മാർ, അതായത് രാഷ്ട്രീയക്കാർ ചെയ്തു കൊടുക്കുന്നത്. മുഖ്യമന്ത്രിയും ഇവിടുത്തെ നമ്മൾ ജയിച്ചുവിട്ട ഓരോ ഭരണ പരിഷ്കാരികളും അവിടെ നിയമിക്കുന്നത് സത്യസന്ധമായ അവർക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു. അവർക്ക് തന്നെ നിശ്ചയമില്ല അവർ ചെയ്യുന്നത് സത്യമാണോ അല്ലയോ. ഇതുകൊണ്ടാണ് പറയുന്നത് ഇത്തരത്തിലുള്ള സംഖ്യകൾ ഇവിടം ഉടലെടുക്കാൻ പാടില്ല എന്ന്. നമ്മുടെ വർഗത്തെ ഒന്നും ഇല്ലായ്മ ചെയ്ത് കളയാമെന്ന തോന്നലാണ് ഇവർക്ക്. നിറത്തിൻ്റെയും ജാതിയുടെയും വർഗത്തിൻ്റെയും പേര് പറഞ്ഞ് അനിശ്ചിതകാല ഘട്ടത്തിലേക്കുള്ള അവരുടെ മനസ്സിലിരിപ്പാണത്. ജനങ്ങളെ നോവിച്ചു, ജനങ്ങളെ കല്ലെറിഞ്ഞും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ മുഖങ്ങൾക്ക് അവർക്ക് രണ്ട് മുഖമാണുള്ളത്. ഒന്ന് വോട്ട് ചെയ്യുമ്പോൾ നിഷ്കളങ്ക ഭാവവും വോട്ട് കഴിഞ്ഞാൽ ഗൗരവരുടെ ഭാവമുള്ള രണ്ട് മുഖമൂട്ടികളാണ് അവർ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം അവർക്ക് സ്വന്തം നിലനിൽപ്പിനെ പോലും വിശ്വാസമില്ലാത്ത ഭരണസങ്കല്പങ്ങൾ. അവരെന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുകയാണ്, എന്തൊക്കെയോ ആണെന്ന് ചിന്തകരാണ് അവർ. അവരെ ആ ചിന്തിപ്പിക്കുന്ന ഘടനകൾ എന്താണ്? എല്ലാവർക്കും ഈ ലോകത്ത് ജീവിക്കാൻ അർഹതയുണ്ട്. ചിലരെ ഒഴിവാക്കി ചിലരെ അവിടെ നിലനിർത്തുന്നതിൻ്റെ സന്ദേശം എന്താണ്? ഭക്ഷണം എന്ന് പറയുന്ന നമ്മുടെ ബോഡി ലാംഗ്വേജിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യമാണ് ഫുഡ് എന്ന് പറയുന്നത്. അതായത് ഭക്ഷണം കഴിക്കുന്നത്, നല്ല ഭക്ഷണം കഴിച്ചാലും ഇത്തരത്തിലുള്ള
ഭക്ഷണം പാകം ചെയ്യുന്നവരെ ബഹുമാനിക്കുന്നതും വളരെ നല്ല കാര്യമല്ലേ? അവരെ എന്തിനാണ് ഇത്ര പെട്ടെന്ന് അവരുടെ ജീവിതം പോലും അവിടെ പണയം വെച്ച് ജീവിക്കുന്ന ആ സഹായകരന്മാരെ നിങ്ങൾ എന്തിനാ ഒഴിവാക്കുന്നു? പെട്ടെന്നുള്ള ഈ ഒഴിവാക്കിപ്പടിക്കൽ എന്തിനു വേണ്ടിയാണ്? എന്താണ് നിങ്ങൾക്കിതിൽ നിന്ന് കിട്ടുന്ന നേട്ടം? സ്വന്തവും ബന്ധവും ഒഴിവാക്കിക്കൊണ്ട് അനിശ്ചിതകാലം മുഴുവൻ ഇത്തരത്തിലുള്ള ബന്ധനങ്ങളിൽ ഇവരെ കൂട്ടി നിർത്തുമ്പോൾ ഇവരെ പോലുള്ള പാവപ്പെട്ടവർക്ക് ഭക്ഷണം പാകം ചെയ്ത് നിങ്ങൾ നിരന്തരം കൊടുക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. ഇവർ ഇനി എവിടെ പോയി താമസിക്കും? ഈ പാവങ്ങൾക്ക് നിങ്ങളൊരു കൂര നിർമ്മിക്കുമെന്നുള്ള ഉറപ്പിലാണോ നിങ്ങളവരെ പറഞ്ഞുവിടുന്നത്? എത്ര വാഗ്ദാനങ്ങൾ നൽകിയാണ് നിങ്ങൾ ജനങ്ങളിൽ നിന്ന് വോട്ട് വാങ്ങിക്കുന്നത്? ആ വോട്ട് വാങ്ങുന്നതിൻ്റെ ഒരു അംശം നിങ്ങൾ ആ നീതിബോധം നിങ്ങൾ പുലർത്തിയിട്ടുണ്ടോ എന്ന തെളിവാണ് നമുക്ക് കാണേണ്ടത്. ജീവിതത്തിൻ്റെ പാതയിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള വികാര നിമിഷങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ ആഘാതങ്ങളിലേക്ക് നിങ്ങൾ എവിടെയും എങ്ങനെയും അറിയാത്ത പാവം ജനങ്ങൾക്ക് അവർക്കൊരു മറുപടി കൊടുക്കണം. ഇനി എങ്ങനെ, എവിടെ, എന്ത്, ആരുടെ ജീവിക്കാൻ ഇനി അവർക്ക് ഒരുപാട് മോഹങ്ങളുണ്ടാവും. അല്ലെങ്കിൽ അവരെ പിരിഞ്ഞവരെ വിട്ട് ജീവിക്കാനും അവർക്ക് പറ്റില്ല. അത്തരത്തിലെ മുഹൂർത്തങ്ങളിലേക്ക് നാട് നമ്മളെത്തിക്കുമ്പോൾ ആ മുഹൂർത്തത്തിന് വേണ്ടി വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് അതിൻ്റെ ആളിക്കത്തലിനെ വിളിച്ചു വരുത്തുക ഇത്തരത്തിലുള്ള ഒഴിച്ചുവിടുകൾ എന്ന് പറയുന്നത് വല്ലാത്ത ഭീതിയിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള മനുഷ്യത്വപരമല്ലാത്ത വാർത്തകളാണ് നമ്മൾ എന്നും കേൾക്കാറുള്ളത്. ഈ വാർത്തകൾക്കും ഈ വാക്കുകളെ നോവിക്കാൻ വേണ്ടിയുള്ള നിലപാടുകളും നിങ്ങൾ ചെയ്യുന്നത് എന്തിൻ്റെ അർത്ഥത്തിലാണ്? എന്താണ് നിങ്ങൾക്കിതിൽ നിന്നും കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം? നിങ്ങൾക്ക് നിർവൃതി അണിയുമ്പോൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ നിങ്ങൾക്ക് നിർവൃതി അണിയുമോ? നിങ്ങൾക്കതിൽ നിന്ന് എന്തെങ്കിലും ഒരു അഹംഭാവം കൂടുന്നുണ്ടോ? ചോദ്യമാണ്.